ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ 45-ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. സൽമാബാദ് ഗൾഫ് ഫെയർ ക്ലബ്ബിൽ ആയിരങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ UAE മതകാര്യ ഉപദേഷ്ടാവ് അലിയുൽ ഹാഷിമി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസലിയാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. 6 മാസം നീണ്ടുനിൽക്കുന്ന വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി വിദ്യാഭ്യാസ, സാംസ്കാരിക സേവന മേഖലകളിൽ വിവിധ പദ്ധതി പ്രവർത്തനങ്ങളാണ് ICF നടപ്പാക്കുക. ജീവകാരുണ്യ മേഖലയിൽ നിർധനരായ കുടുംബങ്ങൾക്ക് 10 വീടുകൾ, 45 പെൺകുട്ടികൾക്ക് വിവാഹ സഹായം, പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് എന്നിവ നൽകുന്നതായിരിക്കും. ICF നാഷണൽ പ്രസിഡന്റ് KC സൈനുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. ബഹ്റൈൻ പാർലമെന്റ് അംഗം ഹസനീദ് ബുഖമാസ്, ബഹ്റൈൻ ഷരിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡോക്ടർ ഷൈഖ് ഇബ്രാഹിം റാഷിദ് മെരീഖി തുടങ്ങി ബഹ്റൈനിലെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി നേതാക്കൾ യോഗത്തിൽ സംബന്ധിച്ചു. ICF ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം സ്വാഗതവും ഷാനവാസ് മദനി നന്ദിയും രേഖപ്പെടുത്തി. ബഹ്റൈൻ കേരളീയ സമാജം കുടുംബാംഗങ്ങളുടെ കലാസാംസ്കാരിക സാഹിത്യ മാമാങ്കമായ കേരളോത്സവത്തിന് പുതിയ ലോഗോ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി നടത്തിയ ലോഗോ ഡിസൈൻ മത്സര വിജയിയെ പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 20-ന് വെള്ളിയാഴ്ച നടന്ന ഓണാഘോഷ പരിപാടികൾക്കിടയിലാണ് മത്സര വിജയിയെ പ്രഖ്യാപിച്ചത്. സമാജം പ്രസിഡന്റ് ലോഗോ അനാവരണം ചെയ്തു. ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, കേരളോത്സവം 2024 എക്സ് ഒഫീഷ്യോ വിനയചന്ദ്രൻ നായർ, മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, കേരളോത്സവം 2024 ജനറൽ കൺവീനർ ആഷ്ലി കുര്യൻ മഞ്ഞില, ജോയിന്റ് കൺവീനർമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. സന്തോഷ് കൂനൻ, സഞ്ജയ് കൂനൻ എന്നിവർ വിധികർത്താക്കളായ വിദഗ്ധ പാനലാണ് കേരളോത്സവത്തിന്റെ മികച്ച ലോഗോ തിരഞ്ഞെടുത്തത്. കോഴിക്കോട് കല്ലായി സ്വദേശിയും 30 വർഷത്തോളമായി ബഹ്റൈനിൽ ആർട്സ് ആൻഡ് ഗ്രാഫിക് ഡിസൈനിംഗ് രംഗത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയുമായ സമീർ KP ആണ് മത്സര വിജയി. വിജയിക്ക് സമ്മാനത്തുകയായ $150 കേരളോത്സവ വേദിയിൽ നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. 1 മാസത്തോളം നീണ്ടുനിൽക്കുന്ന കേരളോത്സവ പരിപാടികൾ നവംബർ മാസത്തിൽ ആരംഭിക്കാനാണ് പദ്ധതി. കേരള ഫുട്ബോൾ അസോസിയേഷൻ ബഹ്റിന്റെ 2024-26 കാലഘട്ടത്തിലേക്കുള്ള പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അർഷാദ് അഹമ്മദിനെ IYCC ബഹ്റൈൻ മനാമ ഏരിയ കമ്മിറ്റി ആദരിച്ചു. മനാമയിൽ നടന്ന ചടങ്ങിൽ IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ചാരിറ്റി വിംഗ് കൺവീനർ സലീം അബു ത്വാലിബ്, IYCC മനാമ ഏരിയ പ്രസിഡന്റ് റാസിബ് വേളം, ഏരിയ സെക്രട്ടറി ഷിജിൽ പെരുമച്ചേരി, ഏരിയ ട്രഷറർ MT ഹാരിസ്, മനാമ ഏരിയ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യൻ ക്ലബ് ബഹ്റൈൻ സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 4 വരെ ഓണം ഫെസ്റ്റിവൽ 2024 എന്ന പേരിൽ ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതായി ഇന്ത്യൻ ക്ലബ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിച്ചു. നിരവധി സാംസ്കാരിക വിനോദ പരിപാടികളും പരമ്പരാഗത കായിക മത്സരങ്ങളും പരിപാടിയിൽ ഉൾപ്പെടും. സെപ്റ്റംബർ 26 വ്യാഴാഴ്ച വൈകിട്ട് 7:30 ആരംഭിക്കുന്ന പരിപാടിയിൽ ഓണപ്പുടവ മത്സരം, സിനിമാറ്റിക് ഡാൻസ് എന്നിവ നടക്കും. സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച പായസ മത്സരം, ചെണ്ടമേളം, വടംവലി മത്സരം എന്നിവയും, സെപ്റ്റംബർ 28 ശനിയാഴ്ച തിരുവാതിര മത്സരം, തുടർന്ന് ഓണപ്പാട്ട് മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിക്കുന്നതായിരിക്കും. ഒക്ടോബർ 3 വ്യാഴാഴ്ച ഓണച്ചന്തയും നാടൻ പാട്ടും, ഒക്ടോബർ 4 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പൂക്കള മത്സരം, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ പരമ്പരാഗത നാടോടി കഥകളും വേഷവിധാനങ്ങളും ചിത്രീകരിക്കുന്ന വിവിധ സാമൂഹിക സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഘോഷയാത്ര, തുടർന്ന് ആരവം ബഹ്റൈൻ അവതരിപ്പിക്കുന്ന ഫോക്ക് മ്യൂസിക് ആൻഡ് ഫ്യൂഷൻ ബാൻഡ് എന്നിവ നടക്കും. ഒക്ടോബർ 11 വെള്ളിയാഴ്ച രക്ഷാധികാരികൾക്കും അംഗങ്ങൾക്കും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കുമടക്കം 2500 പേർക്കുള്ള ഓണസദ്യയും ഒരുക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ക്ലബിന്റെ ജനറൽ സെക്രട്ടറി അനിൽ കുമാർ R-നെ 39623936 അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ജോസഫ് ജോയിയെ 39802800 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. All your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish,
fruits and vegetables. Sweets and snacks, ready-to-eat foods. Dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. ബഹ്റൈനിലെ കോഴിക്കോട്ടുകാരുടെ ജനകീയ കൂട്ടായ്മയായ പവിഴദ്വീപിലെ കോഴിക്കോട്ടുകാർ കാലിക്കറ്റ് കമ്മ്യൂണിറ്റി ബഹ്റൈൻ ഓണാഘോഷമായ പൊന്നോണം പൊടിപൂരം അദ്ലിയ സെഞ്ചുറി ഇന്റർനാഷണൽ റെസ്റ്റോറന്റ് ഹാളിൽ സംഘടിപ്പിച്ചു. ബഹ്റൈൻ യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അബൂദയ ബിന്ത് യാക്കൂബ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരിയും സാഹിത്യ പ്രവർത്തകയുമായ ഷബിനി വാസുദേവ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പ്രസിഡന്റ് ശിവകുമാർ കൊല്ലറോത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി പ്രജി സ്വാഗതം ആശംസിച്ചു. ട്രഷറർ മുസ്തഫ കുന്നുമ്മൽ നന്ദി രേഖപ്പെടുത്തി. അംഗങ്ങളും കുടുംബാംഗങ്ങളും അടക്കം നിരവധി പേർ പങ്കെടുത്ത ഓണാഘോഷ പരിപാടികളിൽ ഓണക്കളികളും CCB ഐലൻഡ് സിംഗർ സീസൺ 1 മത്സരാർത്ഥികൾ ഒരുക്കിയ ഓണപ്പാട്ടുകൾ അടങ്ങിയ സംഗീത വിരുന്നും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. തുടർന്ന് കോഴിക്കോടിന്റെ തനത് രീതിയിലുള്ള വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. പൊന്നോണം പൊടിപൂരം ആഘോഷ പരിപാടികൾക്ക് പവിഴദ്വീപിലെ കോഴിക്കോട്ടുകാർ കാലിക്കറ്റ് കമ്മ്യൂണിറ്റി ബഹ്റൈൻ ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ വിഭാഗം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബഹ്റൈനിലെ ജീവകാരുണ്യ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഹോപ്പ് ബഹ്റൈൻ മീഡിയ സിറ്റിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ഹോപ്പ് പ്രീമിയർ ലീഗ് നവംബർ 8 വെള്ളിയാഴ്ച നടക്കും. HPL സീസൺ 2 സിഞ്ചിലെ അൽ-അഹ്ലി സ്റ്റേഡിയത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പകലും രാത്രിയുമായി നടക്കുന്ന ഈ സോഫ്റ്റ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ബഹ്റൈനിലെ പ്രമുഖ ജില്ലാ അസോസിയേഷനുകൾ ഉൾപ്പെടെ 12 ടീമുകളാണ് പങ്കെടുക്കുക. ഹോപ്പ് പ്രീമിയർ ലീഗിന്റെ പോസ്റ്റർ പ്രകാശനം ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും പ്രമുഖ സാമൂഹിക പ്രവർത്തകനുമായ ഫ്രാൻസിസ് കൈതാരത്ത് നിർവഹിച്ചു. BMC ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഹോപ്പ് പ്രസിഡന്റ് ജെറിൻ ഡേവിസ്, സെക്രട്ടറി ജോഷി നെടുവേലിൽ, HPL കൺവീനർ അൻസാർ മുഹമ്മദ്, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ സംബന്ധിച്ചു. ബഹ്റൈൻ ക്രിക്കറ്റ് ഫെഡറേഷനും ബ്രോസ് ആൻഡ് ബഡീസ് ക്രിക്കറ്റ് ടീമും HPL ഹോപ്പുമായി സഹകരിക്കുന്നതായിരിക്കും. സീസൺ 2 മികച്ച രീതിയിൽ നടത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായും സംഘാടകർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് കൺവീനർ അൻസാർ മുഹമ്മദിനെ 34125135 അല്ലെങ്കിൽ ചീഫ് കോർഡിനേറ്റർ സിബിൻ സലിമിനെ 33401786 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. സൗദിയുടെ 94ാം ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് പച്ചയിലണിഞ്ഞൊരുങ്ങി ബഹ്റൈനും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ സഹകരണ ബന്ധത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ബഹ്റൈനിലെ ആഘോഷങ്ങൾ.
ഇതിന്റെ ഭാഗമായി ബഹ്റൈനിലുടനീളം കെട്ടിടങ്ങളും ലാൻഡ്മാർക്കുകളും പച്ച നിറത്തിൽ അലങ്കരിച്ചു. ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റി ഡിലൈറ്റ് ടു സീ യു ക്യാമ്പയിനും ആരംഭിച്ചിരുന്നു. സൗദി പൌരന്മാരെ സ്വാഗതം ചെയ്യുന്നതിനായി വൈവിധ്യമാർന്ന വിനോദസഞ്ചാര സാംസ്കാരിക പരിപാടികളാണ് ക്യാമ്പയിനിൽ ഒരുക്കിയത്. സൗദി അറേബ്യയിൽ നിന്നും ഗൾഫിൽ നിന്നുമുള്ള സന്ദർശകർക്ക് പ്രത്യേക ടൂറിസം പാക്കേജുകളും ഓഫറുകളും ഇതിന്റെ ഭാഗമായി ബഹ്റൈൻ നൽകിയിരുന്നു.